രാജ്യത്ത് ആദ്യത്തെ സ്വകാര്യ ബഹിരാകാശ റോക്കറ്റ് വിക്ഷേപണം ശ്രീഹരിക്കോട്ടയിൽ നടക്കാൻ പോവാണ്. ഹൈദരാബാദ് ആസ്ഥാനമായ സ്കൈ റൂട്ട് കമ്പനി വികസിപ്പിച്ച വിക്രം-1 രാവിലെ 11:30 വിക്ഷേപിക്കും. രാജ്യത്തെ സ്വകാര്യ മേഖലയിൽ ആദ്യമായിട്ട് വികസിപ്പിച്ച ഓർബിറ്റൽ ക്ലാസ് റോക്കറ്റാണിത്. അനേന നൽകും ഇതിന്റെ കൂടി വിശദാംശം. അനേന, ഇനി ആ ചരിത്ര മുഹൂർത്തത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ്. ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായി, എല്ലാ കാര്യങ്ങളും സെറ്റാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ രാജ്യത്ത് നിന്ന് ഒരു സ്വകാര്യ ബഹിരാകാശ ദൗത്യത്തിന് നമ്മൾ തുടക്കം കുറിക്കുകയാണ്. പ്രധാനമന്ത്രിയുടെ സോഷ്യൽ മീഡിയ പോസ്റ്റൊക്കെ അല്പം മുൻപ് പ്രത്യക്ഷപ്പെടുകയും ചെയ്തു. രാജ്യത്തിന് ഇതിൽ എത്രത്തോളം അഭിമാനമുണ്ട് എന്ന കാര്യം പ്രധാനമന്ത്രിയുടെ പോസ്റ്റിൽ തന്നെ വ്യക്തമാണ്. തീർച്ചയായും സേതു, രാജ്യത്തിന് അഭിമാനമാകുന്ന മറ്റൊരു ദൗത്യം കൂടിയാണ് നടക്കാൻ പോകുന്നത്. എന്തായാലും വിക്ഷേപണത്തിന് ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. ശ്രീഹരിക്കോട്ടയിൽ നിന്നും 11:30 വിക്ഷേപണം നടക്കുന്നത് എന്നാണ് ഇതുവരെയുള്ള അപ്ഡേറ്റുകൾ വെച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മിഷൻ ആഗമൻ എന്നാണ് ഈ ദൗത്യത്തിന് പേരിട്ടിരിക്കുന്നത്. ഇൻസ്പേസിന്റെ കൂടെ പിന്തുണയോടെയാണ് ഈ വിക്ഷേപണം നടത്തുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. പൂർണ്ണമായും ഖര ഇന്ധനം ഉപയോഗിക്കുന്ന 3 ഘട്ടങ്ങളുള്ള റോക്കറ്റാണ് ഈ വിക്രം-1 എന്ന് പറയുന്നത്. ഈ 22 മീറ്റർ ഉയരമുള്ള റോക്കറ്റിന്റെ താഴ്ന്ന ഭ്രമണപഥത്തിലേക്ക് 350 കിലോഗ്രാം ഭാരം അയക്കാൻ കഴിയുമെന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ കമ്പനി തന്നെ അവകാശപ്പെടുന്ന ഏറ്റവും വലിയ അവകാശവാദം എന്ന് പറയുന്നത്. ഈ ആദ്യ ദൗത്യത്തിൽ ഭൂമിയിൽ നിന്ന് 450 കിലോമീറ്റർ അകലെ എത്താനാണ് ഈ റോക്കറ്റ് ലക്ഷ്യമിടുന്നത്. അത് മാത്രമല്ല, ഇതൊരു പരീക്ഷ അടിസ്ഥാനത്തിൽ കൂടി നടത്തുന്ന ദൗത്യമായതിനാൽ തന്നെ വലിയ ഉപഗ്രഹങ്ങളൊന്നും ഈ ഒരു ഘട്ടത്തിൽ, ഈ വിക്ഷേപണത്തിൽ ഉണ്ടായിരിക്കില്ല. ഈ ഒരു ഘട്ടത്തിൽ അയക്കുന്നില്ല എന്നാണ് കമ്പനിയുടെ ഭാഗത്തു നിന്നും അറിയിക്കുന്നത്. 15 മിനിറ്റും 46 സെക്കൻഡും കൊണ്ട് ദൗത്യം പൂർത്തിയാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഒരുക്കങ്ങളൊക്കെ അവിടെ സജ്ജമാണ്. മറ്റൊരു നാഴികക്കല്ല് കൂടിയാണ്, പ്രധാനമന്ത്രി അടക്കം സൂചിപ്പിച്ചതുപോലെ മറ്റൊരു നാഴികക്കല്ല് കൂടിയാണ് ഈ റോക്കറ്റ് വിക്ഷേപിക്കുന്നതിലൂടെ സംഭവിക്കാൻ പോകുന്നത്. ആഗോള ഉപഗ്രഹ വിക്ഷേപണ രംഗത്ത് ഇന്ത്യയിലെ സ്വകാര്യ മേഖലയിലെ സാന്നിധ്യം ഉറപ്പിക്കാവുന്ന ഒരു ദൗത്യം കൂടിയാണ് ഈ നടക്കാൻ പോകുന്നത് എന്ന് പറയുന്നത്. എന്തായാലും വലിയൊരു മറ്റൊരു ചരിത്ര നിമിഷം കൂടി പിറക്കാൻ പോകുന്നു എന്നതാണ് സേതു. യെസ്, ഓക്കെ. പിന്നെ അതിനു വേണ്ടിയുള്ള ഒരു കാത്തിരിപ്പിലാണ് രാജ്യം. നമ്മളൊരു പ്രധാന വാർത്തയിലേക്ക് പോകുന്നു.